ഇറാനിലെ സാഹചര്യം ആശങ്കയ്ക്കും ആശ്വാസത്തിനും ഇടയ്ക്കുള്ളതാണ്. ഒരു വശത്ത് കൂടുതൽ കപ്പലുകളും പടക്കോപ്പുകളും ഇറാന്റെ മേഖലയിലേക്ക് എത്തിച്ച് അമേരിക്ക യുദ്ധം ആസന്നമെന്ന് തോന്നിക്കുന്നു. മറുവശത്ത് ഇറാനുമായി അടുത്ത ഘട്ട ചർച്ചയ്ക്ക് അമേരിക്ക ഒരുങ്ങുകയും ചെയ്യുന്നു. ജനീവയിൽ അടുത്ത ചർച്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും പരസ്പരമുള്ള പോർവിളി നിർബാധം തുടരുകയാണ്. പോർവിളി നടത്തുന്നുണ്ട് എങ്കിലും ഇറാന്റെ നില അത്ര ശക്തമല്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ദശകങ്ങൾ നീണ്ട ഉപരോധങ്ങളും 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിൽ വ്യോമസേനയ്ക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയും ഇറാനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇസ്രയേലിന്റെ നിരന്തര ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികളായ ഹിസ്ബുല്ല, ഹമാസ് തുടങ്ങിയവർ ദുർബലമായി. സിറിയൻ ഭരണാധികാരി ബഷർ അൽ അസദ് രാജ്യം വിട്ടതും ഒരു കണക്കിന് ഇറാന് തിരിച്ചടിയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവുമാണ് അധിനിവേശത്തെ തടയാൻ നിലവിൽ ഇറാനെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ. മേഖലയിൽ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ പക്കലാണ്. ഫത്ത-1, ഫത്ത-2 തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകളും 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിനെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളവയാണ്. വേഗതയേറിയ ചെറുബോട്ടുകളും മൈനുകളും 27 അന്തർവാഹിനികളും ഉപയോഗിച്ച് വമ്പൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ഇറാന് സാധിക്കും. ഹോർമുസ് കടലിടുക്കാണ് ഇറാന് മേൽക്കൈ നേടിക്കൊടുക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണ്. യുദ്ധമുണ്ടായാൽ ഈ പാത അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നു. ഇത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. മറ്റ് രാജ്യങ്ങളിൽ സൈനിക നടപടി നടത്തിയ ചരിത്രമുള്ള അമേരിക്കയ്ക്ക് പക്ഷേ ഇറാനിൽ കൈപൊള്ളുമെന്ന് മുന്നറിയിപ്പ് വിദഗ്ധർ നൽകുന്നുണ്ട്. ഇറാഖ് യുദ്ധം പോലെയോ അതിനപ്പുറമോ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടവും നാശനഷ്ടങ്ങളും വരുത്തിവെക്കുന്ന യുദ്ധമാകും ഇറാനുമായി ഉണ്ടാവുക എന്ന് ഇവർ മുൻകൂട്ടി സൂചന നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ 100 കണക്കിന് സൈനികരുടെ ജീവൻ നഷ്ടമാകും. കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി നിർമ്മിച്ച എയർബേസുകൾ ചാരമാകും. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണ് എങ്കിലും സൈനിക ശേഷിയിൽ അവർ പിന്നിലല്ല. ഇതിനു പുറമെ ഇറാന് ആണവായുധമുണ്ടോ എന്നതിൽ വ്യക്തതയുമില്ല. യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധം വികസിപ്പിക്കാനല്ല എന്ന് പറയുമ്പോഴും ആണവായുധമില്ല എന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അമേരിക്കയ്ക്കോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്കോ എത്തിപ്പെടാൻ കഴിയാത്ത ഉത്തര കൊറിയയ്ക്ക് ആണവായുധമുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ഇറാൻ രഹസ്യമായി ആണവായുധം വാങ്ങി എന്ന സംശയം പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ളപ്പോൾ ഒരു യുദ്ധം എന്നത് അതിസങ്കീർണ അവസ്ഥയിലേക്ക് ഇറാൻ മേഖലയെ നയിക്കും. ചുരുക്കത്തിൽ ഇറാന്റെ സൈനിക പ്രതിരോധ ശേഷി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാകും. ഇതെല്ലാം അമേരിക്കൻ പ്രതിരോധ ഉപദേശകർ ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചിട്ടുമുണ്ടാകും. സൈനിക നീക്കത്തിന്റെ ഭീതിയുണ്ടാക്കി അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇറാനെ കൊണ്ട് ചെയ്യിക്കുക എന്ന ട്രംപിന്റെ തന്ത്രം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. എന്നാൽ ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം തീരുമാനങ്ങളാണ് നടപ്പിലാക്കുക എന്നതാണ് ലോകത്തിനു മുന്നിലുള്ള വെല്ലുവിളി. തന്റെ ലക്ഷ്യം നടപ്പാക്കാൻ വരുംവരായികൾ ചിന്തിക്കാതെ എന്തിനും തയ്യാറാകുന്ന അപ്രവചനീയമായ വ്യക്തിയാണ് ട്രംപ്. അതിനാൽ അടുത്തയാഴ്ചത്തെ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ യുദ്ധം ഉറപ്പാണ് എന്ന തരത്തിലാണ് അമേരിക്കയുടെ പടപ്പുറപ്പാടുകൾ. ഒമാനിൽ നടന്ന കഴിഞ്ഞ ചർച്ചയിൽ ഉൾപ്പെടെ ഇറാൻ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് എന്നും അതിൽ നിന്ന് അവരെ പുറകോട്ട് കൊണ്ടുവരാൻ സൈനിക ശക്തി പ്രകടനം വേണ്ടിവരുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്. അമേരിക്കയുടെ പടയൊരുക്കം സമ്മർദ്ദ തന്ത്രം എന്ന് പറയുമ്പോഴും എന്തിന് ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന ആശങ്കയും ഇവിടെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയും പ്രധാനമാകുന്നത്. ഇറാനെ ആണവ കരാറിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുക എന്നതാണ് അമേരിക്കൻ ലക്ഷ്യം. ഒപ്പം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി മേഖലയിലെ മറ്റ് സഖ്യങ്ങളായ ഹൂതികൾക്കും ഹിസ്ബുല്ലയ്ക്കും ഹമാസ് എന്നിവയ്ക്കും ആയുധവും സാങ്കേതിക സഹായവും നൽകൽ എന്നിവ കൂടി നിർത്തലാക്കണം എന്നതാണ് ഇസ്രായേലിന്റെ ആവശ്യം. നെതന്യാഹു അത് പരസ്യമായി തന്നെ പറഞ്ഞു. ഇറാൻ പക്ഷേ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റൊന്നിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ച മുന്നോട്ടു പോകാത്തത് ഇസ്രായേലിന്റെ ആശങ്കാ വിഷയങ്ങളിലാണ് എന്ന സംശയം ഉയരുന്നു. ഇസ്രായേൽ ഇറാനെ പേടിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാലും ദുഷ്കരമായൊരു സൈനിക നടപടി അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതിനാൽ യുദ്ധം ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെയും ആവശ്യം. അതിനിടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ആരൊക്കെ എത്തും എന്നതും പ്രധാനമാണ്.
ആദ്യഘട്ട ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പങ്കെടുത്തിരുന്നു. ഇത്തവണ അരാഗ്ചി എത്തുമോ എന്ന കാര്യത്തിൽ സംശയം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പകരം മറ്റേതെങ്കിലും പ്രതിനിധികളെ അയച്ചേക്കുമെന്നാണ് സൂചനയുമെന്നാണ് വാർത്തകൾ പറയുന്നത്. കഴിഞ്ഞ തവണ മധ്യസ്ഥരായി നിന്ന ഒമാൻ ഇത്തവണ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഒരു പടക്കപ്പൽ കൂടി ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. USS ജെറാൾഡ് ആർ ഫോർഡിനെയാണ് പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കണുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് ജെറാൾഡ് ആർ ഫോർഡിനുള്ള നിർദ്ദേശം. ഇത് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ പോർവിമാനവാഹിനി കപ്പലാണ് എന്നും പറയപ്പെടുന്നു. അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും വലിയ പോർവിമാനവാഹിനി കപ്പൽ കൂടിയാണ് ഇത്. കപ്പലിന് പുറമെ F-15 ഈ വിഭാഗത്തിലുള്ള പോർവിമാനങ്ങളും ഇറാൻ മേഖലയിലേക്ക് പറക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോങ് റേഞ്ച് ബോംബറുകളുള്ള കൂടുതൽ വിമാനങ്ങളും ഇറാനിലേക്ക് പറക്കാൻ സാധ്യമാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പാതിരാത്രി ബന്ദിയാക്കി കടത്തിക്കൊണ്ടുപോയത് ഈ വർഷം ആദ്യമാണ്. ഓപ്പറേഷൻ ആബ്സലൂട്ട് റിസോൾവ് എന്ന ആ സൈനിക നീക്കത്തിൽ US സൈന്യത്തെ പിന്തുണയ്ക്കാൻ എത്തിയ വിമാനവാഹിനിയാണ് ജെറാൾഡ് ആർ ഫോർഡ്. ആണവ ചർച്ചയിൽ വഴങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടിയെടുക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വേണം പടയൊരുക്കത്തിന്റെ നീക്കങ്ങളെ വിലയിരുത്തേണ്ടത്. എന്നാൽ കീഴടക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള ഇറാനെ മാനസികമായോ സൈനികമായോ തളർത്താൻ കഴിയില്ല. ആഭ്യന്തരവും ബാഹ്യവുമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇറാൻ ഭരണകൂടത്തിൻ്റെയും ജനതയുടെയും മനോവീര്യം തകർക്കുക ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് പോലും എളുപ്പമല്ല.